വ്യത്യസ്ത സാഹചര്യങ്ങളിൽ സങ്കീർണമാകുന്ന മാനസികാവസ്ഥകളെ നിയന്ത്രിച്ച് സന്തുലിതമാക്കി നിലനിർത്താൻ സഹായിക്കുന്ന പ്രധാന ഉപാധികളിലൊന്നാണ് ധ്യാനം. ധ്യാനത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി ഇന്ന് ഡിസംബർ 21 ലോക ധ്യാന ദിനമായി ആചരിക്കുകയാണ്. ധ്യാനം മനസ്സിനെ എങ്ങനെ നവീകരിക്കുന്നു? യോഗ നൃത്താധ്യാപികയായ ശ്രീവിദ്യ അന്തർജനം ഇന്ന് ജാലകത്തിൽ. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശാരീരികവും മാനസികവും ആയിട്ടുള്ള ആരോഗ്യത്തിന് അത്രമേൽ സ്വാധീനിക്കാൻ കഴിയുന്ന ഒന്നാണ് ധ്യാനം, അല്ലെ? അതുകൊണ്ടാണല്ലോ ഈ ഒരു പ്രാധാന്യം കൈവന്നത്. എന്താണ്, എങ്ങനെയാണ് ഇത് നമ്മളെ സ്വാധീനിക്കുന്നത്? ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ദക്ഷിണായനത്തിൽ നിന്നും ഉത്തരായനത്തിലേക്ക് സൂര്യൻ മാറുന്ന ദിവസം ഡിസംബർ 21, 2024 ആദ്യത്തെ വേൾഡ് മെഡിറ്റേഷൻ ഡേ ആയിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ധ്യാനം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക്, സാധാരണ ഒരു വ്യക്തിയുടെ മനസ്സിലേക്ക് വരിക റിട്ടയർഡ് ലൈഫിൽ അല്ലെങ്കിൽ ഒന്ന് ഫ്രീ ആയിട്ട് ജോലിയെല്ലാം കഴിഞ്ഞ് ഏറ്റവും പ്രായം കൂടിയ ആൾക്കാർ ചെയ്യുന്ന ഒന്നായിട്ടാണ്. ചില ഹിമാലയത്തിലൊക്കെ തപസ് ചെയ്യുന്ന ധ്യാനാവസ്ഥയിലിരിക്കുന്ന പല മഹർഷിമാരുടെയും അങ്ങനെയുള്ള ആളുകളുടെ ചിത്രങ്ങളാണ് നമ്മുടെ മനസ്സിലേക്ക് വരിക. പക്ഷേ അങ്ങനെയൊക്കെ വയസ്സാവുമ്പോൾ ചെയ്യേണ്ടതാണോ ധ്യാനം? നമ്മളുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു ചോദ്യമാണത്. എന്താണ് ഈ ദിവസത്തിന്റെ പ്രത്യേകത? വാട്ടർ പൊല്യൂഷൻ, എയർ പൊല്യൂഷൻ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ കേൾക്കാറുണ്ട്. മടിക്ക് വേണ്ടി നമ്മൾ നിരന്തരം പ്രവർത്തിക്കാറുണ്ട് ഒരു സമൂഹത്തിന്റെ ഭാഗം എന്നുള്ള നിലയിൽ. പക്ഷെ ഏറ്റവും കൂടുതൽ ഒരു വ്യക്തിയെ ബാധിക്കുന്ന ഒന്നാണ് ഇമോഷണൽ പൊല്യൂഷൻ. നമ്മളുടെ മനസ്സ് ശാന്തമായിട്ടില്ല എങ്കിൽ, നമ്മുടെ മനസ്സ് വ്യാകുലപ്പെടുന്ന സമയത്ത് നമുക്ക് നല്ലൊരു ഫാമിലി നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല, സമൂഹത്തിൽ നല്ലൊരു ഇതായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. എല്ലാ രീതിയിലും നമ്മളെ ബാധിക്കും. ഇവൻ നമ്മളുടെ കഴിവുകൾ പോലും നമുക്ക് പ്രകടിപ്പിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിൽ വരും. നമ്മളുടെ ഏറ്റവും നല്ല കാലഘട്ടം ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയുക കുട്ടിക്കാലം, അല്ലേ? നമ്മളുടെ എല്ലാവർക്കും ഒരു നിഷ്കളങ്കമായിട്ടുള്ള അത്രയധികം സന്തോഷമുള്ള ഒരു ബാല്യകാലം. അതേ വ്യക്തികൾ തന്നെയാണ് വലുതാവുന്ന സമയത്ത് ഡിപ്രഷൻ മോഡിലേക്ക് പോണത് അല്ലെങ്കിൽ അക്രമാസക്തമാവുന്നത്. എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു? ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമുക്കത് ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവ് എവിടെയോ നഷ്ടപ്പെടുന്നുണ്ട്, അല്ലേ? അതുകൊണ്ടാണ് നമുക്കത് സന്തുലനാവസ്ഥയ്ക്ക് തകരാറുണ്ടാവുന്ന ഒരവസ്ഥയിലാണ് അങ്ങനെ സംഭവിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ ഒരു വീക്കായിട്ടുള്ള ചിലൊരു ആരോഗ്യമുള്ള ശരീരമുണ്ട്, പക്ഷെ നമ്മൾ ചില സമയത്ത് പറയുന്നുണ്ട് ഇന്നൊരു മൂഡ് തോന്നുന്നില്ല, ഇന്നൊന്നും ചെയ്യണ്ട. മനസ്സ് വീക്കായി, അവിടെ നമുക്കൊന്നും തന്നെ ചെയ്യാൻ മാർഗമില്ല, പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റില്ല, അല്ലേ? ഇവിടെ നമുക്ക് മനസ്സിലാവുന്ന എന്താ വെച്ചാല് വീക്കായിട്ടുള്ള ഒരു മൈൻഡിന് ഒരിക്കലും ആരോഗ്യമുള്ള ഒരു ശരീരത്തിനെ നയിക്കാൻ സാധിക്കില്ല. ശരിയല്ലേ? തീർച്ചയായിട്ടും. പക്ഷേ ശരീരത്തിന് ആരോഗ്യം പോയി അല്ലെങ്കിൽ വളരെ വീക്കാണ്, എന്നാലും നമ്മൾ ചില സിറ്റുവേഷനിൽ നമ്മൾ പറയാറുണ്ട്, എനിക്ക് ആരോഗ്യം ശരീരത്തിന് പറ്റില്ല, പക്ഷെ എന്നാലും ഞാനത് ചെയ്തിട്ടുണ്ട്, ഇല്ല? ഇങ്ങനെയുള്ള പല പ്രയോഗങ്ങളും നമ്മൾ. ഒരു എഴുത്തുകാരൻ പറഞ്ഞിട്ടുണ്ട്, പ്രായമായത് ശരീരത്തിനല്ലേ, പോയത് പല്ലുകളല്ലേ, ഇല്ലെങ്കിൽ എന്റെ മനസ്സിന്റെ പല്ലുകൾ നഷ്ടപ്പെട്ടു പോയിട്ടില്ല, മനസ്സിന്റെ തല നരച്ചിട്ടില്ല എന്ന് അദ്ദേഹം പറയാറുണ്ടായിരുന്നു. അപ്പൊ ആ മനസ്സിന്റെ ആരോഗ്യത്തിന് അപ്പൊ വളരെയധികം പ്രാധാന്യം ഉണ്ട് എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടതിൽ നിന്ന്, അല്ലേ? ശരിക്കും. അപ്പൊ അതിന് ഏറ്റവും നല്ലൊരു മാർഗമാണ് ധ്യാനം. അസുഖം വന്ന് ചിലപ്പോൾ ഡോക്ടേഴ്സിന്റെ അടുത്ത് പോകുന്ന സമയത്ത് എല്ലാ ടെസ്റ്റുകളൊക്കെ കഴിയുമ്പോൾ ഡോക്ടേഴ്സ് സാധാരണ ചോദിക്കാണ്ട് എന്തെങ്കിലും സ്ട്രെസ് ഉണ്ടോ, എന്തെങ്കിലും പ്രയാസങ്ങള്. നമ്മുടെ മനസ്സിന് വരുന്ന പ്രയാസങ്ങള് അത് ശരീരത്തിനെയും അത്രയധികം ബാധിക്കുന്നു എന്നുള്ളതാണ്. പല രോഗങ്ങളുടെയും മൂല കാരണം തന്നെ സ്ട്രെസ്സാണ്. അപ്പൊ ഇതിനൊക്കെയുള്ളൊരു റെമഡിയാണ് ധ്യാനം. എല്ലാ ദിവസവും നമ്മൾ രാവിലെ കുളിച്ച് വൃത്തിയായി ശരീരശുദ്ധിയൊക്കെ നമ്മൾ ഉറപ്പുവരുത്തും. പക്ഷെ നമ്മൾ ഉറപ്പുവരുത്താത്ത ഒന്നാണ് നമ്മുടെ മനഃശുദ്ധി. അപ്പൊ ഇതിന് ഏറ്റവും അനിവാര്യമായിട്ടുള്ളൊരു ഘടകമാണ്. ഇതിന് പ്രത്യേകിച്ച് ജാതിയോ മതമോ ഒരു തരത്തിലുള്ള ബാരിയേഴ്സ് ഒന്നും തന്നെ ഇല്ല. നമുക്കറിയാലേ, ചെറിയ കുട്ടികൾ ഇന്ന് എത്രമാത്രം സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട്. അപ്പൊ അത് സ്വാഭാവികമായിട്ടും അവരുടെ പ്രവൃത്തി തലത്തിൽ അവർക്ക് ഫോക്കസ് ചെയ്യാനോ അവരുടെ കാര്യങ്ങൾ നന്നായിട്ട് ചെയ്യാനോ ഒന്നും തന്നെ സാധിക്കാറില്ല അങ്ങനെ വരുന്ന സമയത്ത്. അപ്പൊ അതിന് ഏറ്റവും നല്ലൊരു മാർഗമാണ് ധ്യാനം. ചെറിയ പ്രായം മുതൽ നമ്മളുടെ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കേണ്ട ഒരു കാര്യമാണ് ധ്യാനം. അപ്പൊ അങ്ങനെ കിട്ടുന്ന സമയത്ത് എന്താവും, എന്ത് പ്രശ്നം വരുമ്പോഴും അത് ഏറ്റെടുത്ത് അതിനെ ഹാൻഡിൽ ചെയ്യാൻ കെൽപ്പുള്ള ഒരു വ്യക്തിയായി മാറാനും, പ്രശ്നങ്ങൾ എന്തായാലും ജീവിതത്തിൽ ഉണ്ടാവും, അതൊരു ലോക സ്വഭാവമാണത്. ഇല്ല, നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാനും അതിനെ സ്കിൽഫുള്ളി അത് ഡീൽ ചെയ്യാനും അതിനെ സന്തോഷത്തോടെ ജീവിതത്തിൽ മുന്നോട്ട് മുഖത്തെ പുഞ്ചിരി മാറാണ്ട് ആ പ്രശ്നത്തിലൂടെ കടന്നു പോവാനുള്ള ഒരു കെൽപ്പുണ്ടാവണമെങ്കിൽ അത്രയും മാനസികമായിട്ടുള്ള ഒരു ആരോഗ്യത്തിന് അവിടെ വളരെ പ്രാധാന്യമുണ്ട്. അതിന് ഏറ്റവും നല്ലൊരു മാർഗം ധ്യാനം തന്നെയാണ്. അത് എല്ലാവരും കുഞ്ഞിലെ അഭ്യസിക്കേണ്ട ഒന്നാണ്. നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ ചെറിയൊരു ടൈം സ്പാനിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്തെടുക്കേണ്ടതുണ്ട്.
സത്യമല്ലേ? അതെ. നമ്മളൊരു വേഗത ഭയങ്കര പോരാന്ന് ഭയങ്കര ചില തോന്നുന്നത്. നമ്മുടെ ആധുനിക ഭൗതിക സൗകര്യങ്ങളെല്ലാം കൂടി, പക്ഷേ ഇവിടെ കൂടാത്തത് മാനസിക ശാന്തതയാണ്, മാനസികമായിട്ടുള്ള ആരോഗ്യമാണ്. അപ്പൊ നമ്മൾ ആ ചെറിയൊരു ഇതില് നമ്മൾ നന്നായിട്ട് ചെയ്തെടുക്കണമെങ്കിൽ നമ്മളുടെ പ്രാണ ലെവലിന് വളരെ പ്രാധാന്യമുണ്ട്. നമ്മൾ പ്രാണം നല്ല രീതിയിൽ ജീവോർജം നമ്മുടെ ശരീരത്തിൽ നന്നായിട്ട് ഉണ്ടാവണം. അതുപോലെ തന്നെ നമ്മൾക്ക് മനസ്സ് ശാന്തമായിരിക്കും, നമ്മൾ ഹാപ്പി ആവും. ആ ഒരു രീതിയിൽ വരുമ്പോഴാണ് നമുക്ക് ഈ പ്രശ്നങ്ങളെ അല്ലെങ്കിൽ നമ്മളുടെ ഈ പ്രവർത്തികളെ നല്ല രീതിയിൽ ചെയ്തെടുക്കാൻ സാധിക്കുക. ഇല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും എല്ലാം മാറ്റിവെക്കും, നാളെ കുറച്ചും കൂടെ അധികമാവും, അത് പിന്നെ കുറച്ചും കൂടെ ബുദ്ധിമുട്ടിലേക്ക് കൊണ്ടുപോകും, അത് കൂടുതൽ സ്ട്രെസ് നമ്മളിൽ ഉണ്ടാക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും എന്താവും, ഡിപ്രഷൻ മോഡിലേക്ക് പോവും. ഓരോ വ്യക്തികളും പ്രതികരിക്കുന്ന രീതി വ്യത്യസ്തമാണ്. ജീവിതം തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന സ്ഥിതിയിലെത്തും. അതെ. അപ്പോൾ ചെറിയ പ്രായത്തിലെ നമ്മളിത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മളുടെ കാര്യങ്ങൾ വൃത്തിയായിട്ട് ചെയ്യാനും ഈ ഒരു ലൈഫ് ടൈം നമുക്ക് എൻജോയ് ചെയ്ത് മുന്നോട്ട് പോകാനും ഒക്കെ നമുക്ക് സാധിക്കും. യോഗയുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ലക്ഷ്യം തന്നെ ശരിക്കും മെഡിറ്റേഷൻ ഡീപ്പായിട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. നമ്മൾ യോഗയൊക്കെ ഡെയിലി ചെയ്യുന്നു, നമ്മുടെ ബോഡിക്ക് എക്സസൈസ് ആവശ്യമാണ്, പക്ഷെ മൈൻഡിന് വേണ്ടത് സ്റ്റിൽനെസ്. അവിടെ കൂടുതലും ഡീപ്പായി നമ്മളിലേക്ക് ഇറങ്ങുന്ന ഒരവസ്ഥ. ഓരോ വ്യക്തികൾക്കും അത്രയധികം കഴിവുകളുണ്ട്. ഊർജ്ജം സൂക്ഷിക്കുന്ന ഓരോരുത്തരും ആ ഒരു അനന്തതയിലേക്ക് എത്താൻ, അല്ലെങ്കിൽ നമ്മൾക്ക് നമ്മളെ തിരിച്ചറിയാൻ, നമ്മളുടെ കഴിവുകളെ കുറിച്ച് കൂടുതലും അവെയർ ആവാൻ, നമ്മളിലേക്ക് കൂടുതൽ ഇറങ്ങി നമ്മളുടെ സന്തോഷത്തിലേക്ക് എത്താൻ ധ്യാനത്തിന് മാത്രമാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുക. അത്രയധികം പ്രാധാന്യമുണ്ട് ധ്യാനത്തിന്. മാഡം പറഞ്ഞല്ലോ, നമുക്ക് പ്രായ വ്യത്യാസമില്ല, അല്ലെങ്കിൽ ജാതിമത വ്യത്യാസങ്ങളില്ല എന്ന് പറയാം, ആർക്കും ചെയ്യാം. പക്ഷെ ഇതിന് പ്രത്യേക സമയമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇന്ന സമയത്താണ് ചെയ്യാൻ നല്ലത്? എപ്പോഴും നമ്മൾ രാവിലെ ചെയ്യണല്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ലത്. കാരണം അന്ന് വൈകുന്നേരം വരയ്ക്കും നമുക്ക് ആ ഒരു എനർജിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കും. ഇപ്പൊ രാവിലെയും വൈകുന്നേരവും ചെയ്യാൻ പറ്റുമെങ്കിൽ വളരെ നല്ലത്. രാത്രി കിടക്കുന്നതിന് മുമ്പേ ഒക്കെ ചെയ്യുന്നുണ്ട് നല്ലത്. നിറഞ്ഞ വയറിൽ ഭക്ഷണം കഴിച്ച ഉടനെ പോയിട്ട് ധ്യാനം ചെയ്യാനിരിക്കേണ്ട. എം ടി സ്റ്റൊമക്കിൽ ഒക്കെ ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത്. എല്ലാം ഒന്ന് ഫ്രീ ആയിട്ട് ചെയ്യാനാണല്ലോ നമ്മൾ ഇരിക്കുന്നത് തന്നെ. അപ്പൊ ആ സമയത്ത് നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് ധരിക്കുക. ഇവിടെ ആണോ നമുക്ക് ശാന്തമായിട്ട് ഇരിക്കാൻ പറ്റുക. അതിനിടയിൽ ഇപ്പം പല കാര്യങ്ങൾക്ക് ആൾക്കാർ വിളിക്കുക, അല്ലെങ്കിൽ ഫോൺ റിങ് ചെയ്യുക, സ്വാഭാവികമായിട്ട് നമ്മുടെ ശ്രദ്ധ അതിലേക്കല്ലേ പോണത്. പിന്നെ അതുപോലെ തന്നെ രാത്രി കിടക്കുന്നതിന് മുമ്പേ നമ്മൾ ഒരു 20 മിനിറ്റോളം കൈയൊക്കെ മടിയിൽ മലർത്തി വെച്ച് നട്ടലൊക്കെ സ്ട്രെയിറ്റ് ആയിട്ടിരുന്ന് ശ്വാസമൊക്കെ ശ്രദ്ധിച്ച് കുറച്ചു നേരം ശാന്തമായിട്ട് നമ്മളിലേക്ക് ശ്രദ്ധിച്ച് ഇരിക്കുമ്പോ തന്നെ നമുക്ക് ആ ഒരു അവസ്ഥയിലേക്ക് കുറേശ്ശെ ധ്യാനം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരുപാട് ചിന്തകളൊക്കെ തുടക്കക്കാർക്കെല്ലാം ഉണ്ടാവും. അതെ, ഇന്ദ്രിയങ്ങൾ പുറത്തേക്ക് ഓടിക്കൊണ്ടിരിക്കുവാന്ന്. അപ്പൊ അതിനെ ഉള്ളിലേക്ക് കൊണ്ടുപോകുന്ന ഒരവസ്ഥയാണ്. അപ്പൊ ധാര രാധയാക്കുകയാണ്. തുടക്കക്കാർക്ക് അങ്ങനെയൊക്കെ ഉണ്ടാവും, പക്ഷെ ക്രമേണ നമുക്ക് തന്നെ ആ ഒരു മാറ്റം മനസ്സിലാക്കാൻ സാധിക്കും. മുഖത്തെ പുഞ്ചിരി മായാണ്ട് നമ്മളുടെ ജീവിതം വളരെ, നമ്മൾ പറയാ എനിക്ക് ഇത് ചെയ്യാനുണ്ട് അതുകൊണ്ട് ഞാൻ ധ്യാനം ചെയ്യുന്നില്ല എന്നല്ല, എനിക്കിത് നല്ല രീതിയിൽ ചെയ്യണം, അതിനുവേണ്ടി ഞാൻ ധ്യാനം ചെയ്യണം. ആ ഒരു ലെവലിലേക്ക് ചിന്തിക്കാൻ ഈ ദിവസം പ്രേരിപ്പിക്കട്ടെ. ക്രമേണ നടക്കുന്ന ഒരു കാര്യമാണ്. ധ്യാനത്തിന്റെ ഗുണഫലങ്ങൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അത്രയധികം കാര്യങ്ങൾ അതിന്റെ പുറകിലുണ്ട്. ഞാനിപ്പോ ഒരു സിമ്പിൾ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു എന്നുള്ളത് തന്നെയുള്ളൂ. പക്ഷേ പുറമേന്ന് ഒരാൾ പറഞ്ഞു തരേണ്ടതല്ല, നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. ഈ ധ്യാനത്തിന് അതിന്റെ തുടക്കക്കാർക്ക് ഒരു ഗുരുപദേശം സ്വീകരിക്കുന്നത് കൊണ്ട് തെറ്റുണ്ടോ? അതല്ല, അത് അത്യാവശ്യമാണോ? എങ്ങനെയാണ്? തീർച്ചയായിട്ടും അത്യാവശ്യമാണ്. അത് വളരെ നല്ലതാണ്. ഒരു ഗുരുമുഖത്തുനിന്ന് പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇങ്ങനെയുള്ള ഏത് കാര്യങ്ങളും പ്രോപ്പർ ആയിട്ട് നമ്മളെ ഗൈഡ് ചെയ്യാൻ ഒരു ഗുരു നമ്മുടെ കൂടെ ഉള്ളത് വളരെ വളരെ നല്ലൊരു കാര്യമാണ്. ഇന്ന് വൈകുന്നേരം 8 മണിക്ക് ശ്രീ രവിശങ്കർജിയുടെ നേതൃത്വത്തിലാണ് മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. മനുഷ്യരാശിക്ക് നന്മയിലേക്ക് നയിക്കാനും അതുപോലെ സന്തോഷത്തോടെ മുന്നോട്ട് പോവാനും അത്രയധികം സപ്പോർട്ട് ചെയ്യും എന്നതിൽ സംശയമില്ല. അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ ഒരു കാര്യം ജീവിതത്തിന്റെ ഭാഗമാക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ധ്യാനം മനസ്സിനെ ശുദ്ധീകരിക്കാൻ. ലോക ധ്യാന ദിനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു യോഗ നൃത്താധ്യാപികയായ ശ്രീവിദ്യ അന്തർജനം. ഇന്നത്തെ ജാലകം സമാപിക്കുന്നു.